ഏപ്രിൽ മാസം 2026 മലയാള സിനിമയുടെ ഗംഭീര ഒരു മാസമാകാൻ ചാൻസ് ഉണ്ട്. കാരണം മോഹൻലാലിന്റെ ദൃശ്യം ഫ്രാഞ്ചൈസിയിൽ വരുന്ന മൂന്നാമത്തെ സിനിമ ക്ലാസിക് ക്രിമിനൽ ഈസ് ബാക്ക്. മോഹൻലാലിന്റെ ജോർജ് കുട്ടി എന്ന് പറയുന്ന കൊച്ചു പിള്ളേർക്ക് പോലും അറിയാവുന്ന ഒരു കഥാപാത്രം, അത്രയ്ക്കും നമ്മുടെ മനസ്സിൽ ഇടം കൂടിയ ഒരു കഥാപാത്രമാണ്. ഏപ്രിൽ 3 ഏകദേശം ഡേറ്റ് ഫിക്സായി. ഏപ്രിൽ 3 വേൾഡ് വൈഡ് റിലീസാണ് ദൃശ്യം തേർഡ് പാർട്ട്. അതോടൊപ്പം ഒരു 20 ദിവസം കഴിഞ്ഞ് ഏപ്രിൽ 23 ഏകദേശം ഫിക്സ് ആയിട്ടുണ്ട് പാട്രിയോട്ടിനകത്ത് മമ്മൂട്ടിയോടൊപ്പം മോഹൻലാലിന് ശ്രദ്ധേയമായ റോള് തന്നെയാണ്. അന്നേരം അതിനകത്ത് ഫഹദ് ഫാസിൽ, നയൻതാര, കുഞ്ചാക്കോവൻ എല്ലാവരും ഉണ്ട്. 20 ദിവസത്തെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അന്നേരം ഏപ്രിൽ ഈ 2 സിനിമകളും നേർക്കുനേർ പോരാട്ടം വരുമ്പം രണ്ടിനകത്ത് മോഹൻലാൽ ഉണ്ടെന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും കോമൺ ഫാക്ട്. ഇതിനിടയിൽ ഒരു സംഭവമുണ്ട്. 9-ാം തീയതി 16-ാം തീയതി ചിലപ്പം നമ്മുടെ പള്ളിച്ചട്ടമ്പി, ടോവിനോ നായന എന്ന സിനിമ, ഡിജോ ജോസ് സംവിധാനം ചെയ്യുന്ന സിനിമ, ഇത് ബിഗ് ബഡ്ജറ്റിലാണ് ഒരുങ്ങുന്നത്. ഈ സിനിമ ഏപ്രിൽ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും സിനിമ ഇറക്കാൻ നോക്കും. 9-ാം തീയതി 16-ാം തീയതി നോക്കുന്നുണ്ടെന്ന് പറയുന്നു. എന്തായാലും ദൃശ്യത്തിന്റെ വിജയത്തിനെ അടിസ്ഥാനമാക്കിയിരിക്കും ബാക്കിയുള്ള റിലീസുകൾ. ദൃശ്യം മഹാവിജയമാണെങ്കിൽ ഈ റിലീസുകളൊക്കെ ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കണ്ടിരിക്കാം. എന്തായാലും ഏപ്രിൽ ഗംഭീര ചിത്രങ്ങൾ വരുന്നതാണ്. അടുത്ത 2026 മൊത്തത്തിൽ മലയാളത്തിലെ ബിഗ് ബഡ്ജറ്റും ഇഷ്ടം പോലെ ചിത്രങ്ങൾ വരുന്നൊരു വർഷം. പ്രത്യേകിച്ച് ഏപ്രിൽ മാസം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മാസമായിട്ട് മാറും. വെക്കേഷനുമാണ്. ഗംഭീര സിനിമയാണെങ്കിൽ കളക്ഷൻ തൂത്തു വരും എന്നുള്ളതിൽ ഉറപ്പാണ്.